ഇറ്റ്സ് മീ വിശാലൻ. നിങ്ങൾ ദൈവത്തെ കണ്ടുകൊണ്ടോ ചോദിച്ചാൽ എന്ത് പറയും? ഇല്ലാന്നേ പറയൂ. പക്ഷെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട് നമ്മളെയൊക്കെ സഹായിക്കും. നമ്മളിപ്പോൾ വൈറലായ ഒരു വീഡിയോ പോലെ ബസ് കണ്ടക്ടറിൻ്റെ ആ ചേട്ടനെ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയ്യേറി പിടിച്ച് ഒരാളെ ജീവൻ രക്ഷിച്ച്. അതേപോലെ എനിക്കും എൻ്റെ ലൈഫിലൊരു സ്റ്റോറി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഈ കഥ ആർക്കും അറിയത്തില്ല, വീട്ടുകാർക്ക് അറിയത്തില്ല. റിലേഷൻ ഉണ്ടായിരുന്നു, റിലേഷൻ പൊട്ടി തവിട് പൊടിയായി, അവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഞാൻ എൻ്റെ ആ ഒരു പ്രായത്ത്. ഇപ്പോൾ എനിക്ക് 24 വയസ്സായിട്ടാണ്. ഞാൻ അന്ന് 18-19 വയസ്സിൽ ഭയങ്കര ആത്മാർത്ഥമായ പ്രണയമായിരുന്നു എനിക്ക്. അവളില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അഡ്മിറ്റ് ചെയ്യാൻ പോയി റെയിൽവേ ട്രാക്കിൽ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇരിക്കുന്ന ട്രെയിനിൻ്റെ അവിടെ നിന്ന് വരും, ചാടും, അതാണ് പ്ലാൻ. അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പാർട്ടി പരിപാടിക്ക് പോയപ്പോൾ കണ്ടുപരിചയപ്പെട്ട പോയി. എനിക്കതിനെ ഒരു ദിവസത്തെ പരിചയമുള്ളൂ. അവൻ്റെ പേര് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഒരു ദിവസത്തെ പരിചയമുള്ളൂ അവനെ. ഞാനങ്ങനെ അവിടെ ചാടാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. രവി എന്നാണ് അവൻ്റെ പേര്. അങ്ങനെ ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ട്, ചാടും. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ ഞാൻ ഇങ്ങനെ ചാടാൻ തൊട്ട് മുമ്പ് അവൻ്റെ കൈ കയറി പിടിച്ചിട്ട് എടാ എന്ത് ചെയ്യുന്നതൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങടാ ഇങ്ങനെയാണ് റിലേഷൻ. അപ്പോൾ എൻ്റെ തലക്കിട്ട് അടിച്ചിട്ട് എടാ വീട്ടിൽ പോകും. എന്നെ വീട്ടിൽ വരെ കൊണ്ടാക്കിയതേ. അല്ല ആദ്യം അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ചോറൊക്കെ തന്ന് കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ ഒരുപാട് കാര്യം. കാരണം നമ്മൾ ഒരുപാട് ആത്മാർത്ഥത സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ പരിച്ചിട്ട് പോകുമ്പം ഈ എന്താ പറയുക അറിവില്ലാത്ത പ്രായത്തിൽ നമ്മളെന്തും ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ പോലെ ചാടും ഓടും അങ്ങനെയൊക്കെ കാണിച്ച്. പക്ഷെ ഞാൻ ദൈവത്തെ കണ്ടുകൊണ്ട് ചോദിച്ചാൽ ശരിക്കും അവനാണ് അന്ന് ആ ഒരു സമയത്ത് എൻ്റെ ജീവിതത്തിലെ ദൈവം. പിന്നെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷിച്ച് പിന്നെ എപ്പോഴും ജോലി കിട്ടിയത്. ഓരോരോ സമയത്തും എൻ്റെ മോശം സമയത്തൊക്കെ എന്നെ ഓരോ ആൾക്കാർ ദൈവത്തിൻ്റെ രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തെ കണ്ടുകൊണ്ട് ചോദിച്ചാൽ ഞാൻ പറയും കണ്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവം കടന്നു വരും, നമ്മളെ സഹായിക്കും. നമ്മുടെ മോശം സമയത്ത് ഉറപ്പായിട്ട് നമ്മളെ സഹായിക്കാൻ ഒരാൾ കടന്നു വരും നമ്മുടെ ലൈഫിൽ. ഓക്കെ.